ഹലോ കുട്ടുമണീസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ട്രൈ കിഡ്സ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയൊക്കെ വിളിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. നമ്മൾ പോകുന്നത് കായംകുളത്തേക്കാണ്. അവിടുത്തെ കുഞ്ഞമ്മയുടെ മോൻ്റെ കല്യാണമാണ്. ഏട്ടൻ്റെ കുഞ്ഞമ്മയുടെ മോൻ്റെ കല്യാണമാണ്. ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ ഈ പന്തലിനൊരു പ്രത്യേകതയുണ്ട്. ഈ സ്റ്റേജിലെ ആദ്യത്തെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ട് ബന്ധുക്കളെയൊക്കെ കണ്ടിട്ട് നേരെ സ്റ്റേജിൽ വന്ന് ഇരിപ്പുണ്ട്. അവിടെ വന്ന് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബാക്കിലായിട്ടാണ് കേട്ടോ. ഈ സ്ക്രീൻ ഉള്ളതുകൊണ്ട് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ പെൺകുട്ടി വന്നിട്ടുണ്ട്. നേരത്തെ അമ്മായിമാരും താലപ്പൊലിക്ക് മുന്നേ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെൺകുട്ടി വന്നു. അവരൊരു ഡാൻസൊക്കെ കളിക്കുന്നു. ഡാൻസിൽ മ്യൂസിക്കൊക്കെ ഇട്ടാൽ എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് കരുതിയിട്ടാണ് ഞാനതൊക്കെ ഓഫാക്കിയിരിക്കുന്നത് കേട്ടോ. നല്ലൊരു മ്യൂസിക്കൊക്കെ ആയിരുന്നു. കുട്ടികൾ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ കല്യാണ സമയം മുഴുവനും ഈ പെൺകുട്ടിക്കൊപ്പം ആ സ്റ്റേജിൽ തന്നെ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവരെ കാണാനായിട്ട്. അപ്പോൾ നമ്മളിതാണ് പയ്യൻ്റെ ഫാമിലി, നമ്മുടെ കുഞ്ഞമ്മൻ കുടുംബവും. അതിനുശേഷം പെണ്ണിൻ്റെ ഫാമിലി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് പെണ്ണിൻ്റെ ഫാമിലി. അപ്പോൾ അവരും വന്നിട്ടുണ്ട്. ഇനി കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീൻ വഴിയാണ് കാണിക്കുക കേട്ടോ. അപ്പോൾ അവിടുത്തെ അച്ഛൻ പെൺകുട്ടിയെ പയ്യനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഏൽപ്പിച്ചു കഴിഞ്ഞു. മാലയിടിയിൽ അതെല്ലാം മുറ പോലെ കണ്ടില്ലേ, ആ മോഹിനിയാട്ടക്കുട്ടി അവിടെ നിൽപ്പുണ്ട്. ഇതാണ് കേട്ടോ ബംഗളൂട്ടി. അപ്പോൾ ഈ മോളുടെ പാലച്ഛനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു കല്യാണമായിരുന്നു കേട്ടോ. നല്ലൊരു കല്യാണം. ഈ സ്ക്രീൻ ഉള്ളതുകൊണ്ട് ഭാഗ്യത്തിനെല്ലാം കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ഊണ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഇപ്പോഴും ലക്കി എൻ്റെ മടിയിൽ തന്നെയാണ് കേട്ടോ. കുറുമ്പത്തി എൻ്റെ മടിയിലിരിക്കുകയാണ്. വീഡിയോ ഒന്നും എടുക്കേണ്ട അമ്മ ചോറ് വാരി കഴിക്കാമെന്ന് ആദ്യം വാരി കൊടുത്തു. പിന്നീട് അവളും വാരി കഴിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മളിപ്പം ആഹാരമൊക്കെ കഴിച്ചിട്ട് നേരെ വെളിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ അവന് തലയൊക്കെ ചിപ്പി കൊടുക്കുന്നുണ്ട്. അവിടെ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ സ്റ്റേജിലേക്ക് പോയി. നമുക്ക് ഇവിടെ നല്ലൊരു ഫോട്ടോ മസ്റ്റാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. നേരെ അവർക്കൊക്കെ ബൈ പറഞ്ഞു നമ്മൾ നേരെ ഇറങ്ങുകയാണ്. അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഇറങ്ങി നേരെ നമ്മൾ ആ പറഞ്ഞ കായലോരത്ത് വന്നു. അതായത് ലക്കി കൊണ്ടൊരുക്കി ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കായലോരത്ത് വന്നു. അവരെ നല്ല വേലിയേറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് മാറിയൊക്കെയാണ് നിൽക്കുന്നത്. ഇവരാണെങ്കിൽ കായലിലും ആറിലും ഒക്കെ പോകുന്നവരാട്ടോ. തലേന്ന് പോയി ഇതുപോലെ വലയിട്ടിട്ട് മീൻ പിടിച്ച് അവിടെ തന്നെ സെയിൽ ചെയ്യുന്നവരാണ് കേട്ടോ. വേലിയേറ്റം ആയതുകൊണ്ട് കണ്ട വെള്ളം താണ്ട കരയിലേക്ക് കയറുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മളവിടെ അത്ര സേഫ് അല്ല. അവിടെയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവരെയൊക്കെ മാറ്റി നിർത്തുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ കുറേ നേരമൊക്കെ പിണങ്ങി നിൽക്കുക കുഞ്ഞി. കാരണം പിടിച്ച് മാറ്റിയത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നീട് നമ്മൾ നേരെ വീട്ടിൽ പെട്ടെന്ന് എത്തി. അവിടെ അടുത്ത് തന്നെ കേട്ടോ. അതുകൊണ്ട് എളുപ്പം എത്താനൊക്കെ പറ്റും. പെൺകുട്ടിയും പയ്യനും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കുടിവെക്കാനുള്ള പരിപാടിയാണ്. ഇതെല്ലാം ഏട്ടൻ്റെ റിലേറ്റീവ്സാണ് കേട്ടോ. ഈ നിൽക്കുന്നതൊക്കെ ഏറ്റവും അടുത്ത അമ്മയുടെ സഹോദരങ്ങളും മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഒന്നും ഞാൻ എടുക്കാറുള്ളതല്ല. അപ്പോൾ നമുക്കൊരു വ്ളോഗ് വേണം, അതിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ ഞാനിങ്ങനെ ആയിരിക്കും, എവിടെ ചെന്നാലും വീഡിയോ ഒക്കെ എടുക്കും കേട്ടോ. കാരണം നമുക്ക് വ്ളോഗ് വേണമല്ലോ. അപ്പോൾ ഇത് ഇനി ഇട്ടുകൊണ്ടിരിക്കാനാണ് എൻ്റെ പ്ലാൻ. അതുകൊണ്ട് ഞാനിനി എങ്ങോട്ടും പോകാറില്ല. പോവുകയാണെങ്കിൽ വീഡിയോ എടുക്കും ഉറപ്പ്. എന്നിട്ടിങ്ങനെ പോസ്റ്റ് ചെയ്യും. അതാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെ അവരകത്ത് വന്നു. മധുരം കൊടുക്കുകയാണ് കേട്ടോ. പാലും പഴമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി എല്ലാ ചടങ്ങും മുറ പോലെ നടക്കുകയാണ്. വളയിടുന്നു, അനുഗ്രഹിക്കുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കണം. ഇതിനിടയ്ക്ക് ഏട്ടനെ വിളിക്കുന്നുണ്ട്. നമുക്ക് തിരിച്ച് വീണ്ടും അടുത്തൊരു കായൽ തീരത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അതിനിടയ്ക്ക് ഞാൻ അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ റെഡിയായി അടുത്ത സ്ഥലത്തേക്ക് വന്നത്. ആ പാലം കാണാമല്ലോ, കായംകുളത്തെ പാലമാണ് കേട്ടോ, പുതിയ പാലം. ഈ പാലം വന്നപ്പോഴത്തേക്ക് ഈ കടവ് ഒഴിഞ്ഞു കേട്ടോ. ഈ കിടക്കുന്ന വള്ളമൊക്കെ ഉള്ളൂ. നേരത്തെ ഇവിടെ ഒരുപാട് വള്ളം ഉണ്ടായിരുന്നു. ഈ വീട്ടുകാർ പറഞ്ഞു ഇപ്പോൾ ഈ പാലം വന്നപ്പോൾ ആ വള്ളമൊന്നുമില്ലെന്ന്. ഈ പോകുന്ന വള്ളം വലയിടുകയാണ് കേട്ടോ. തലേന്ന് ഇവർ വലയിടും. പിറ്റേന്ന് ഈ വല എടുത്തിട്ട് ഇതിൽ മീനെല്ലാം ശേഖരിച്ച് അവർ വിൽക്കും. അങ്ങനെ ഒരുപാട് വള്ളങ്ങളിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനുശേഷം ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഈ വീടിൻ്റെ മുറ്റത്താണ് വെയിറ്റ് ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. വൈകിട്ടത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ പെണ്ണും ചെറുക്കനും വരും വരെ നമ്മൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു. കുറച്ച് നേരം ചുറ്റിക്കറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചു. എൻ്റെ ഇടയ്ക്ക് ലക്കിയും മറ്റുള്ളവരൊക്കെ എന്തൊക്കെയോ വാങ്ങിച്ചൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തീരെ സുഖമില്ലാതെ വന്നു. കാരണം തലവേദനയൊക്കെ വന്നു. ഞാനങ്ങനെ അവിടെ വന്നിരുന്നു. ലക്കി ഒരു ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ ഈ ബാൻഡുകാർ നല്ല രീതിയിൽ നമ്മൾ ബോറടിപ്പിച്ചില്ല കേട്ടോ. നമുക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പെണ്ണും ചെറുക്കനും വന്നു.
അവർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങുക കേട്ടോ. കാരണം അവിടെ നിന്നില്ല, ഒത്തിരി ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി ഫുഡ് കഴിച്ചു. ഫുഡൊന്നും കുട്ടിയൊക്കെ വേണമെന്നില്ലായിരുന്നു, കാരണം ലക്കി ഉറക്കമൊക്കെ ആയിരുന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ പറഞ്ഞിട്ടാണ് അവളെ ഉണർന്നത്. അതുകൊണ്ട് ഫുഡൊന്നും അത്ര കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. എല്ലാ ഫുഡുകളും ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ കല്യാണത്തിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ കിടക്കുന്നുണ്ട്. ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ തോന്നില്ല. പക്ഷേ ഐസ്ക്രീം കേട്ടോ 2-3 അകത്താക്കിയിട്ടുണ്ട് എല്ലാവരും. അച്ഛനും അമ്മയും മക്കളും അകത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരും വരെ ബായ്.